പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കരുണ്യവാനായ ദൈവമേ, യെശയ്യാ പ്രവാചകനിലൂടെ അങ്ങ് അരുളി ചെയ്തു, നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിന്റെ നിലവിളിയുടെ സ്വരം കേൾക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിൻ്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. കരുണ്യവാനായ ദൈവമേ, അല്പസമയം തിരുവചനത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്ന് പരിശോധിക്കുവാൻ, ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതിനാൽ വിച്ഛേദിക്കപ്പെട്ട് മനസ്സിലാക്കുവാൻ, അത് പുനഃസ്ഥാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ധൂർത്തപുത്രൻ അപ്പൻ്റെ ഭവനത്തിലായിരുന്ന സമയത്ത് അവന് ഒന്നിനും കുറവില്ലായിരുന്നു. പക്ഷേ അതിൽ സംതൃപ്തി കണ്ടെത്താൻ അവന് സാധിച്ചില്ല. ഒരു ചൊല്ലുണ്ട്, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. ധൂർത്തപുത്രൻ ചിന്തിച്ചത് ഇതൊരു ജയിലാണ്, യൗവനമാണ്. ഇപ്പോൾ യൗവനം ജീവിതത്തിൻ്റെ ഒരിക്കൽ കിട്ടുന്ന ഒരു സമയമാണ് യൗവനം എന്ന് പറയുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ, കൂട്ടുകാർ, അവർ വളരെ പലതരത്തിലുള്ള സന്തോഷവും സമാധാനവും അനുഭവിച്ച് ജീവിക്കുമ്പോൾ ഞാൻ ഈ അപ്പൻ്റെ വീട്ടിലൊരു ജയിലിൽ കഴിയുന്ന പോലെ. അങ്ങനെ പുറത്തുള്ള സന്തോഷം അവൻ കൊതിച്ചു. അവൻ്റെ വീതമെല്ലാം വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോയി. അവൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളെല്ലാം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ ജെറേമിയ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 2 13-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ച ജാതി മതഭേദമന്യേ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ഒന്ന്, ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു. 2, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു. എന്നുവരെ മനുഷ്യൻ ഈ തെറ്റിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ പൊട്ടക്കിണറുകൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുകയും ജീവജലത്തിൻ്റെ ഉറവയായി ദൈവത്തിലേക്ക് തിരിയാൻ ഒരു മകൻ മകൾ തയ്യാറാകുന്നില്ല, അന്ന് വരെ ആ വ്യക്തിയുടെ ജീവിതം വൈദ്യുതി ലഭിക്കാത്ത വീട്ടിലെ വൈദ്യുതി ഉപകരണം പോലെയായിരിക്കും. ഇതിനെല്ലാം ചലിപ്പിക്കുന്നത്, ശക്തി വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്, പരിശുദ്ധാത്മാവ് വഴിയാണ് ശക്തി ലഭിക്കുന്നത്. അവ 2 തെറ്റാണ് അടിസ്ഥാനപരമായിട്ട് മനുഷ്യകുലം ചെയ്യുന്നത്. സൃഷ്ടാവായി ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതിരിക്കുക, ദൈവഹിതം അനുസരിക്കാതിരിക്കുക, സ്വന്തം താല്പര്യമനുസരിച്ച് ആ വ്യക്തി തൻ്റെ ജീവിതം ക്രമീകരിക്കുന്നു. ഇവിടെയാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് പലപ്പോഴും തടസ്സം ഏർപ്പെടുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വന്ന് സംഭവിക്കുന്നതിനെക്കുറിച്ച് ജെറേമിയ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 2 19 മുതലുള്ള വാക്യങ്ങളിൽ അവിടുന്ന് വിവരിക്കുന്നുണ്ട്. അവിടുന്ന് പറയുകയാണ്, നിൻ്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക, നിൻ്റെ അവിശ്വസ്തയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിൻ്റെ കർത്താവായി ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ല എന്ന് സൈന്യങ്ങളുടെ കർത്താവായി ദൈവം അരുളി ചെയ്യുന്നു. ദൈവഭയം ഇല്ല. അങ്ങനെ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവവും സത്യവും നീതിയും ഇഷ്ടപ്പെടുന്നുവെന്നും അങ്ങനെ ചിന്തയൊന്നുമില്ല. ഞാൻ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എന്ത് പറയണം, ഇതൊക്കെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇപ്പം പല മക്കളും അനുഭവിക്കുന്ന കഷ്ടതയുടെ കാരണം പറയുന്നത് നിൻ്റെ തന്നെ പ്രവൃത്തിയുടെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. അതെത്ര കയ്പ് നിറഞ്ഞതായിരിക്കും എന്ന് നീ സ്വജീവിതത്തിൽ അനുഭവിച്ചറിയും. 2 തരത്തിലുള്ള തകർച്ചയെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്.
പ്രഭാഷകൻ്റെ പുസ്തകം 51:4 അവിടെ പറയുകയാണ്, ഞാൻ കൊളുത്താതെ തന്നെ എനിക്ക് ചുറ്റും എരിയുന്ന അഗ്നിയിൽ നിന്ന് കർത്താവ് ദൈവം എന്നെ രക്ഷിക്കുന്നു. ധാരാളം പേരിന്ന് അനുഭവിക്കുന്ന ദുഃഖദുരിതങ്ങൾ അവരായിട്ട് കൊളുത്തിയതല്ല, മറ്റാരോ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുക. എന്നാൽ അതിൻ്റെ അനേകം മടങ്ങ് മക്കൾ ഇന്ന് കഷ്ടപ്പെടുന്നത് വേറെ ആരും ചെയ്തതല്ല, അവനവൻ്റെ തന്നെ പ്രവൃത്തിയുടെ ഫലമാണ്. അതൊന്ന് മനസ്സിലാക്കുകയും അതൊന്ന് ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ ആ വ്യക്തിയുടെ സ്വജീവിതത്തിലും കുടുംബത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കടന്നുവരവായി. അപ്പോൾ ബൈബിൾ പറയുകയാണ്, ഒന്ന്, അടിസ്ഥാനപരമായിട്ട് ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു. ഇതാണ് ഒന്നാമത്തെ തെറ്റ്. മത്സ്യം വെള്ളത്തിൽ എന്നതുപോലെ, വെള്ളത്തിന് പുറത്ത് അതിന് ജീവിക്കാൻ പറ്റാത്തതുപോലെ, സൃഷ്ടാവായി ദൈവവുമായിട്ടുള്ള ബന്ധം കൂടാതെ ഒരു മനുഷ്യ ജീവിതം പൂർണ്ണമല്ല. അത് എത്ര കോടീശ്വരനാണെങ്കിലും, എത്ര ദരിദ്രനാണെങ്കിലും, എത്ര വിദ്യാസമ്പന്നനാണെങ്കിലും, വിദ്യാവിഹീനനാണെങ്കിലും, സൃഷ്ടാവായി ദൈവത്തോട് ഐക്യപ്പെട്ടുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒറ്റ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ ഒരു വ്യക്തിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കർത്താവ് കൊടുത്തത്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇതാണ് കൽപ്പന. ആ സ്നേഹം ഇന്ന് ജനകോടികൾ ബാഹ്യമായിട്ട് പള്ളിപ്പോക്കും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും ആ പൂർണ്ണ എന്ന വാക്ക് അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ കണ്ടെന്നിരിക്കില്ല. ഒരാചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് ഈശ്വര വിശ്വാസി എന്നുള്ള രീതിയിൽ ചിലതൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ദൈവം തൃപ്തനാകുന്നില്ല. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ 4 പൂർണ്ണ എന്ന വാക്കാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക. ഈ സ്നേഹത്തിൽ നിന്ന്, ദൈവവുമായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഈ സ്നേഹത്തിൽ നിന്ന് അവനെ എങ്ങനെയെങ്കിലും വ്യതിചലിപ്പിക്കുക എന്നുള്ളതാണ് ദുഷ്ടശക്തികളുടെ ശ്രമം അവിടെയാണ്. അതുകൊണ്ട് നമുക്ക് വ്യതിചലിക്കാൻ സാധ്യതയുള്ള മേഖലയെക്കുറിച്ച് യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. അവിടുന്ന് പറയുകയാണ്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം ആ വ്യക്തിയിലുണ്ടായിരിക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല കമ്പനിയുടെ വൈദ്യുതി ഉപകരണങ്ങളാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ വൈദ്യുതിയില്ല. ആരെങ്കിലും പള്ളിപ്പൊക്കും പ്രാർത്ഥനയൊക്കെ ഭാഗ്യമായിട്ടുണ്ടെങ്കിലും ആരെങ്കിലും ദൈവത്തെക്കാൾ ഉപരി ലോക വസ്തുക്കളെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ അതിർത്തി തർക്കം അല്ലെങ്കിൽ വഴിത്തർക്കം അല്ലെങ്കിൽ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആയിട്ട് വസ്തു തർക്കം, അതിൻ്റെ പേരിൽ കേസ് നടത്തുന്ന ഒരു വിശ്വാസി, സത്യത്തിൽ അദ്ദേഹം ദൈവത്തെക്കാൾ ഉപരി ഇപ്പോൾ സ്നേഹിക്കുന്നത് ആ മണ്ണിനെയാണ്. ഇങ്ങനെ ഒന്ന് നോക്കുകയാണെങ്കിൽ കോടതികളിൽ ഈ വസ്തു സംബന്ധമായി, മറ്റുള്ളവരെ ഞാൻ പറയുന്നില്ല, ക്രിസ്ത്യാനി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തികളിൽ തന്നെ, അതും പുറമേയുള്ളവരായിട്ടല്ല, സ്വന്തത്തിൽപ്പെട്ടവരുമായിട്ട് 1 ഇഞ്ച് മണ്ണിനു വേണ്ടി വർഷങ്ങൾ കേസ് നടത്തുന്ന വ്യക്തി കർത്താവിനെയാണോ സ്നേഹിക്കുന്നത്, ഈ ഒരു പിടി മണ്ണിനെയാണോ സ്നേഹിക്കുന്നത്? വീണ്ടും യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, എന്തൊക്കെയാണ് ഈ സ്നേഹിക്കരുത്, ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? കണ്ണുകളുടെ ദുരാശ. ധാരാളം പേരെ ഇന്ന് ദൈവജനത്തിൽ നിന്ന് അകറ്റുന്ന ഒരു മേഖലയാണ് കണ്ണുകളുടെ ദുരാശ. ഇന്നല്ല, അത് ഉൽപ്പത്തി മുതൽ ആരംഭിക്കുന്നത്. പിശാചിനറിയാം, മനുഷ്യൻ്റെ ബലഹീനത അവന് കൃത്യമായിട്ടറിയാം. എനിക്ക് അനുവദനീയമായ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ലോകത്തിൽ, എനിക്ക് ദൈവം നിഷേധിക്കപ്പെട്ട ചിലതുകൊണ്ട് ഈ ലോകത്തിൽ. പർദീസയിൽ പ്രതീകമായിട്ട് പറയുന്ന ആ വിലക്കപ്പെട്ട കനി, പാപത്തിൻ്റെ സൂചന, അതുമാത്രം ഭക്ഷിക്കരുത്, തിന്മ മാത്രം പ്രവർത്തിക്കരുത്. അത് പിശാചിൻ്റെ വാക്ക് കേട്ട് അവിടെ പറയുന്ന ആ കനി കണ്ണിന് കൗതുകരമായിട്ട് തോന്നി. ഇതാ ഇന്നും സംഭവിക്കുന്നത്. ഇന്ന് മാധ്യമങ്ങളിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മൾ കുറച്ച് വൈകിയാണ് ഉണർന്നത്. ഇങ്ങനെയുള്ള ആധ്യാത്മിക പ്രബോധനങ്ങളും ശുശ്രൂഷകളും ഒക്കെ മാധ്യമങ്ങൾ വഴി ഈ കാലഘട്ടത്തിലുണ്ട്. പക്ഷേ അതിനു മുൻപേ തിന്മയുടെ ശക്തി മാധ്യമങ്ങൾ എടുത്തുപയോഗിച്ച് തുടങ്ങി. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ അശുദ്ധിയുടെയും അനീതിയുടെയും അക്രമത്തിൻ്റെയും വിത്ത് അവർ വിതച്ചിരിക്കുക. ഇപ്പം എന്തുമാത്രം നിസ്സാരമായിട്ട് കൊലപാതകം വളരെ നിസ്സാരമായിട്ട് പെരുകിക്കൊണ്ടിരിക്കുക. കാണുന്ന കാഴ്ചയിലൂടെയെല്ലാം കിട്ടുന്ന അതാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. അപ്പം മാധ്യമങ്ങൾ വഴി കണ്ണിന് കൗതുകരമായിട്ട് വിളമ്പുകയാണ്. ഇന്ന് ഒരു മകൾ റൂമിലേക്ക് കിടക്കാനായിട്ട് മുറിയിലേക്ക് പോകുന്നു. അവിടെ ഇന്ന് ആ മൊബൈലിലൂടെ
വേണമെങ്കിൽ എത്ര വിശുദ്ധിയിലേക്ക് വളരാൻ വേണമെങ്കിൽ ഇന്നത്തെ മാധ്യമങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ആ മാധ്യമങ്ങളിലൂടെ എത്ര നശിക്കണോ അതിനുള്ള സംവിധാനമുണ്ട്. ഇന്ന് എന്തുമാത്രം കുടുംബത്തിലെ ആധ്യാത്മികതയ്ക്ക് തുരങ്കം വയ്ക്കുന്ന രീതിയിൽ ഈ മാധ്യമങ്ങൾ ഒത്തിരി സ്ഥലത്ത് പ്രവർത്തിക്കുന്നു. അപ്പം കണ്ണിന് കൗതുകരമായിട്ട് തോന്നിയെന്നാണ് പറയുന്നത്. ഈ തിരുവചനം കേൾക്കുന്ന ഓരോ മകനും മകളും ജീവിതത്തിലൊരു നവീകരണം വരുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നിലേക്ക് തന്നെ തിരിയണം. എൻ്റെ കണ്ണ് ഞാൻ ശരിയായ രീതിയിലാണോ ഉപയോഗിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ ഈശോ പറഞ്ഞു, നിൻ്റെ കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. എൻ്റെ കണ്ണ് ശരിയായ രീതിയിലാണോ ഞാൻ ഉപയോഗിക്കുന്നത്? ഞാൻ കാണുന്നത്, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ എന്ത് കാണുന്നു ഇതെൻ്റെ ജീവിത പങ്കാളി അറിയുന്നില്ല, മാതാപിതാക്കൾ അറിയുന്നില്ല, എൻ്റെ സുഹൃത്തുക്കൾ അറിയുന്നില്ല, ആരും അറിയുന്നില്ല. ഞാൻ വ്യക്തിപരമായിട്ട് മാത്രമായിരിക്കും അറിയുന്നത്. ഇതേപോലൊരു മനുഷ്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു മനുഷ്യൻ അദ്ദേഹം സ്വയം ചിന്തിച്ച് ധ്യാനിച്ച് കണ്ടെത്തുക ചെയ്തു. ആ കണ്ണുകളുടെ തെറ്റായ രീതിയിലുള്ള ഉപയോഗം എന്തുമാത്രം ദോഷം ചെയ്യുമെന്നുള്ളത് അദ്ദേഹം കണ്ടെത്തി. എന്നിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ് ജോബിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, ഞാൻ എൻ്റെ കണ്ണുകളുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കി, ഇനി ഞാൻ കന്യകയെ എങ്ങനെ നോക്കും? ഇന്നലെ വരെ ഞാൻ അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലൊന്നും ഒപ്പിട്ടിട്ടില്ലായിരുന്നു. ഇന്നലെ വരെ ഞാൻ അങ്ങനെ ഒരു ഉടമ്പടിയൊന്നും ചെയ്തിട്ടില്ല. എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ കാണും. എൻ്റെ കരളിന് മനസ്സിന് സന്തോഷം നൽകുന്ന എന്തും ഞാൻ കാണും. അത് തിയേറ്ററിലാണെങ്കിലും ടെലിവിഷനിലാണെങ്കിലും മറ്റ് മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും എൻ്റെ ചില വികാരത്തെ ഇക്കിളിപ്പെടുത്താൻ ഉതകുന്നതാണെങ്കിൽ അത് കാണാൻ ഞാൻ ഒത്തിരി താല്പര്യം കാണിക്കും. ഞാനങ്ങനെ ഒരു ഉടമ്പടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇത് ദൈവത്തിന് നിരക്കുന്നതല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ജോബെന്ന് പറയുന്ന വ്യക്തി പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുകളുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കി, ഇനി ഞാൻ കന്യകയെ എങ്ങനെ നോക്കും? ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. അതൊക്കെ ദൈവഹിതപ്രകാരം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതിനെ സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം ആ വ്യക്തിയിൽ, ആ മകനിൽ, ആ മകളിൽ കുടികൊള്ളുന്നില്ല. ബാഹ്യമായിട്ട് പള്ളിയിൽ പോകാം, നോമ്പ് നോക്കാം, പ്രാർത്ഥിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ ചൈതന്യം ഈ വ്യക്തിയിലേക്ക് കടന്നു വരുന്നില്ല. അപ്പം അതിൽ കണ്ണുകളൊന്ന് നോക്കുക. കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, അൻസ്, പാൻപരാഗ്, ഇങ്ങനെയുള്ള മറ്റ് ജഡിക ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ജഡത്തിൻ്റെ ദുരാശ. ഇതിന് ഞാൻ അടിമയായിരിക്കുമ്പോഴും എനിക്കൊരു ഭക്തനെ പോലെ അല്ലെങ്കിൽ ഒരു ധാർമ്മിക മനുഷ്യനെ പോലെ എനിക്ക് അഭിനയിക്കാൻ പറ്റും. അങ്ങനെ ഒഴുക്കിനൊപ്പം അങ്ങ് ഒഴുകാം. അങ്ങനെ ഒഴുകാൻ വിളിച്ച ഒരു വിളിയല്ല ക്രൈസ്തവ ജീവിതം. അപ്പം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ലെന്ന് പറയുമ്പോൾ, ജീവജലത്തിൻ്റെ ഉറവിയായി എന്നെ അവർ ഉപേക്ഷിച്ചെന്ന് പറയുമ്പോൾ, ഒരു വ്യക്തി സ്വയമായിട്ട് തൻ്റെ അവസ്ഥ കണ്ടെത്തണം. എന്നിട്ട് അവിടെ ഒരു തിരുത്താനുള്ള തീരുമാനം എടുക്കണം. സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഒരു വെപ്രാളം, ഒരോട്ടം. ഇതിനിടയ്ക്ക് നിത്യജീവൻ്റെ വഴി പലപ്പോഴും മറന്നു പോകുന്നു. അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് ബൈബിൾ പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ആ പൂർണ്ണയുടെ സ്ഥാനത്ത് ചിലപ്പോഴും മണ്ണ്, പണം, സുഖലോലുപിത, മദ്യം, ചില സ്നേഹബന്ധങ്ങൾ, അത് ക്യാൻസറിൻ്റെ അണുക്കൾ പോലെ അത് കാർന്നു തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് ബൈബിൾ പറയുന്നത് തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. അയൽക്കാരനെ സ്നേഹിക്കുമ്പോൾ ദൈവം കഴിഞ്ഞാൽ കാണപ്പെടുന്ന ദൈവങ്ങളാണ് മാതാപിതാക്കൾ, ഗുരുക്കന്മാർ എന്ന് പറയുന്നത്. അവരുമായിട്ടുള്ള നമ്മുടെ നിലവിലുള്ള ബന്ധം, ഇന്നലകളിലെ ബന്ധം, അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഇന്നലകളിലെ ബന്ധത്തിൽ എൻ്റെ മാതാപിതാക്കൾ ഞാൻ മുഖാന്തരം വേദനിക്കാൻ, കണ്ണുനീരൊഴുക്കാൻ ഇടയായിട്ടുണ്ടോ? അന്നങ്ങനെ പ്രശ്നമുണ്ടായി, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അതങ്ങനെ തേഞ്ഞു വാഞ്ഞു പോയി. പക്ഷെ ഉള്ളിൽ ആ ഒരു അടയാളം കിടപ്പുണ്ട്. ഈ വ്യക്തിയുടെ പ്രവൃത്തി വഴി വന്ന ആ ഒരു അടയാളം ഉള്ളിൽ കിടപ്പുണ്ട്. ഒരിക്കൽ ധ്യാനത്തിന് ഒരിടവയിൽ ധ്യാനം നടക്കുമ്പോൾ താമസനായിട്ട് ഞങ്ങൾക്ക് തന്ന ആ ഭവനം, അപ്പോൾ ആ സഹോദരിയുടെ ഭർത്താവ് വിദേശത്തും മറ്റ്. അപ്പോൾ ആ സഹോദരി പറയുക ചെയ്തത്, ഒരിക്കൽ മോള് പഠിക്കുന്ന കോളേജിലേക്ക് വിളിപ്പിച്ചു. ഒരു അന്യ സമുദായത്തിൽപ്പെട്ട തെറ്റായ മാർഗത്തിലൂടെ ചരിക്കുന്ന ഒരു യുവാവുമായിട്ട് ഇവൾ സ്നേഹബന്ധത്തിലായി. പ്രിൻസിപ്പൽ ഉപദേശിച്ചു, താക്കീത് കൊടുത്തു, പിന്മാറാൻ തയ്യാറല്ല. അപ്പം മാതാപിതാക്കളെ വിളിച്ച് സംസാരിക്കാനാണ് വിളിപ്പിച്ചത്. ആ ചെറുപ്പക്കാരനെയും അയാളുടെ മാതാപിതാക്കളെയും വിളിച്ചിട്ടുണ്ട്. ഈ കുട്ടിയെയും അമ്മയാണ് ചെന്നത്. ആദ്യം ഇവരുമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ പുറത്തിറക്കി ആ ചെറുപ്പക്കാരനും അപ്പനുമായിട്ട് സംസാരിക്കാൻ മുറിയിലേക്ക് വിളിക്കാനായിട്ട് ആളയച്ചത്. ആ ചെറുപ്പക്കാരനെ കാണാനില്ല. ആ പ്രദേശം മുഴുവൻ നോക്കി, കാണുന്നില്ല.
കോളേജ് വളപ്പിലുള്ളൊരു മരത്തിൻ്റെ കമ്പിൽ ഇവൻ ആത്മഹത്യ ചെയ്തതിനിടയ്ക്ക്, ഇത്രയും സമയത്തിനിടയ്ക്ക്. അത് വലിയ പ്രമാദമായ പ്രശ്നമായി മാറി. രാഷ്ട്രീയക്കാരെ ഏറ്റെടുത്തു. എങ്ങനെ 10 ഓട്ടാക്കാം, കൊടിപിടുത്തമായി, ജൈവിളിയായി, വലിയ സമരമായി. ഒരു സ്ത്രീ എന്തു ചെയ്യും? ഭർത്താവ് നാട്ടിലില്ല. ഒരു മകൾ വരുത്തി വെച്ച വിനയാണ്. ഉറക്കമില്ലാത്ത രാത്രി, ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ. എന്തു ചെയ്യും? കണ്ണുനീരൊഴുക്കുക. ഉടൻ തന്നെ വലിയ കേസായി. കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഇവളുടെ പേരിൽ. ആത്മഹത്യ പ്രേരണയ്ക്ക് കേസെടുക്കണം. അതിനും ജയ് വിളിക്കാൻ ആളുണ്ട്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഇടപെട്ട് SP ആയിട്ട് സംസാരിച്ച് കേസ് ഒക്കെ തീർന്നു. ഈ കോളേജിൽ നിന്ന് പുറത്താക്കി. ഒരു കോളേജിൽ ഈ ആൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. അമ്മയുടെ വേദന. ദൂര സ്ഥലത്ത് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. എന്നിട്ട് അമ്മ പറയുകയാണ്, ഇത്രയും ഞാൻ വേദനിച്ചിട്ട് കണ്ണുനീരൊഴുക്കിയിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൾ സുഖമായിട്ട് ജീവിക്കുന്നു. താങ്ങാൻ പറ്റുന്നില്ല. പൊട്ടിക്കരയുക ആ സ്ത്രീ. ഞങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ആ മകൾക്ക് വേണ്ടി. ആരാധനയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 5-ാം ദിവസം മുറിയിലേക്ക് കുറേ കടലാസുകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സ്ത്രീ ഓടി വരിക. ഇത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാ. എൻ്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടി ബ്രദറെ. എന്നിട്ട് മകൾ എഴുതിയ എഴുത്താണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു കുമ്പസാരമായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ആ മകളുടെ ജീവിതത്തിൽ വന്ന കൊച്ചു കൊച്ചു തെറ്റുകൾ ഉൾപ്പെടെ എല്ലാം ആ എഴുത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം എഴുതിയിരിക്കുകയാണ്, മമ്മിയെ ക്ഷമിക്കണം, ഇനി മേലിൽ ഞാൻ ആ മമ്മിയെ വേദനിപ്പിക്കില്ല. അപ്പോൾ ആ ഒരു വാക്കോട് കൂടിയാണ് മകൾ വഴിയുണ്ടായ എല്ലാ മുറിവുകളും ആ ക്ഷമിക്കണം എന്നുള്ളൊരു വാക്ക് മൂലം ആ അമ്മയ്ക്ക് സൗഖ്യം കിട്ടുകയാണ്. മനസ്സിൽ മുറിവുണങ്ങുക ചെയ്യുന്നു. ഇതുപോലെ മാതാപിതാക്കളെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നമ്മൾ വേദനിപ്പിച്ചതിന് ശേഷം അതെല്ലാം കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കരുത്. ഒന്ന് ക്ഷമ പറയാനുള്ളൊരു എളിമ നമുക്കുണ്ടായിരിക്കണം. ജന്മം നൽകിയ മാതാപിതാക്കളുടെ മുമ്പിൽ താഴ്ന്നതിൻ്റെ പേരിൽ ഒരു മകനും മകളും ചെറുതാകുന്നില്ല. അങ്ങനെ ക്ഷമിക്കണം എന്നൊരു വാക്ക്, അത് ഭാര്യയോടായാലും ഭർത്താവിനോടായാലും അന്യരോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും, ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയണമെങ്കിൽ നമുക്ക് എളിമയുള്ളൊരു ഹൃദയം വേണം. ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും തന്നെ താഴ്ത്തുന്ന ഹൃദയത്തിലേക്കാണ് ഒഴുകിയിറങ്ങുന്നത്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 1 മാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ മാതാവ് പാടിയത്, അവിടുന്ന് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്നു. അത് ഒത്തിരി പേർ കൃപ കടന്നു വരാൻ എളിമയില്ലായ്മയാണ് കൃപ സ്വീകരിക്കാനായിട്ട് തടസ്സമായി നിൽക്കുന്നത്. എന്നിൽ കഴിഞ്ഞ് ഞാൻ ആരുമില്ല, വേറെ ആരുമില്ലെന്ന് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ഗുരുക്കന്മാരുടെ മുമ്പിൽ പോലും താഴാൻ മടിക്കുമ്പോൾ, നമ്മളിലേക്ക് ഒരിക്കലും വെള്ളം മുകളിലേക്ക് സ്വാഭാവികമായിട്ട് ഒഴുകി ചെല്ലുന്നില്ലല്ലോ, താഴ്ത്തേക്കല്ലേ ഒഴുകുന്നത്. ഈശോയും പറഞ്ഞ് നിങ്ങളെ തന്നെ താഴ്ത്ത് ഞാൻ ഉയർത്തിക്കൊള്ളാം. അപ്പോൾ ഈ മാതാപിതാക്കളെ വേദനിപ്പിച്ചെടുത്ത് പോലും ഒന്ന് മാപ്പ് പറയാനുള്ള ഒരു മാനസിക അവസ്ഥയില്ലെങ്കിൽ ഒത്തിരി ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കണോ കൃപ? അപ്പം മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധം പ്രധാനപ്പെട്ട ഘടകമാണ്. ഒത്തിരി കുടുംബങ്ങളും ഒത്തിരി ജീവിതങ്ങളും ഇവിടെ തകർന്നടിയുന്നുണ്ട്. 4-ാമത്തെ കൽപ്പന. 5-ാമത്തെ കൽപ്പനയിൽ അവിടുന്ന് പറയുന്നത് കൊല്ലരുതെന്നാണ്. ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ നമുക്കതിനെക്കുറിച്ച് വലിയ ക്ലാസ്സുകളൊന്നും കിട്ടിയിരുന്നില്ല. മറുഭാഗത്തുനിന്ന് അതിനെക്കുറിച്ച് ധാരാളം ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ അറിവ് കിട്ടിയിട്ടുണ്ട്. ആ തെറ്റിൽ നിന്ന് ധാരാളം മക്കൾ പിന്തിരിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇനിയും ആരെങ്കിലും ആ തെറ്റിനെക്കുറിച്ച് അനുദപിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അനുദപിക്കുക. അത് കൃപയുടെ ഒഴുക്കിനു തടസ്സമായിട്ട് മാറാം. 6-ാമത്തെ കൽപ്പനയിൽ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഡൽഹിയിൽ നിന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഹെൽമറ്റ് ധരിക്കണം, സീറ്റ് ബെൽറ്റ് ഇടണം. അത് പാലിക്കുന്ന പോലെയല്ല ദൈവത്തിൻ്റെ ബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കുറേ കൽപ്പനകളും ചട്ടങ്ങളും കാട്ടിക്കൂട്ടുന്നതായിരുന്നു ദൈവത്തെ പ്രീതിപ്പിക്കാൻ. അത് മതിയായിരുന്നെങ്കിൽ നിക്കോദെമോസിനോട് യേശുവിന് പറയേണ്ട ആവശ്യമില്ല. നീ വീണ്ടും ജനിച്ചാലേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. 619 ചട്ടങ്ങൾ കൃത്യമായിട്ട് സാബത്ത് ദിവസം പാലിക്കുന്ന മനുഷ്യൻ, 5 നേരം കൃത്യം പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ഉപവാസ ദിവസം ഉമിനീര് പോലും ഇറക്കാത്ത മനുഷ്യൻ, സമ്പാദിക്കുന്നതിന് ദശാംശം കൃത്യമായിട്ട് പള്ളിയിൽ കൊടുക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യനെ നോക്കിയിട്ടാണ് പറഞ്ഞത്, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആദ്യപടിയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഹെബ്രായർ 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. ഞാൻ അശുദ്ധിയിൽ നിന്ന് കാട്ടിക്കൂട്ടുന്ന ഇതിനെ പ്രാർത്ഥനാ ഭക്തി എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഇത് സ്വർഗത്തിൽ സ്വീകാര്യമാകണമെങ്കിൽ ആദ്യമായിട്ട് ശരീരത്തിൻ്റെ വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. റോമാക്കാർക്ക് ഇത് ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അതാണ് പറയുന്നത്. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട്
ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായി സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആരാധന. നമ്മുടെ ശരീരം, അവയവങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ ഇത് കർത്താവിന് സ്വീകാര്യമായ രീതിയിൽ സമർപ്പിക്കാൻ സാധിച്ചാൽ ആ വ്യക്തിയിൽ ദൈവം പ്രസാദിക്കും, ആ വ്യക്തി ദൈവ ഐക്യത്തിൽ കഴിയും. അപ്പോൾ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. ആ വിശുദ്ധിയുടെ മേഖലകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ഈശോയുടെ നാമത്തിൽ അത് വിട്ടുപേക്ഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ചോദിച്ചാൽ മതി, ദൈവം ശക്തി തരും. അതിന് ഈ കാലഘട്ടത്തിലും ബൈബിളിലും അശുദ്ധിയിൽ ജീവിച്ച അനേകം മക്കൾ വിശുദ്ധരായി ജീവിച്ചത് നമ്മുടെ കൺമുമ്പിൽ തെളിവായിട്ടുണ്ട്. പാപിനിയായ സ്ത്രീ, എത്രയെത്ര ഉദാഹരണങ്ങൾ. ഒന്നാമത് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബലഹീനത കാണും. ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അതിനാവശ്യമായുള്ള ശക്തി ദൈവം തരാറുണ്ട്. അതുപോലെ ജീവിതത്തിൽ സത്യസന്ധത, അതല്ലേ 7ാമത്തെ കൽപ്പന, മോഷ്ടിക്കരുത്. ഒത്തിരി പേര് പണം കടം വാങ്ങുന്നു, തിരിച്ചു കൊടുക്കില്ല. രേഖയില്ലാത്തതിൻ്റെ പേരിൽ പിന്നെ 2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ സ്വരം മാറി വഴക്കായി. തിരുവചനം പറയും, വീണ് കിട്ടിയ നിധി പോലെ കടം വാങ്ങിയ പണത്തെ കാണുന്നവരുണ്ട്. അത് തരാമെന്ന വ്യവസ്ഥയിലാണ് വാങ്ങിച്ചതെങ്കിൽ നമ്മൾ കൊടുക്കാൻ കടപ്പെട്ടതാണ്, അവസാന ചില്ലിക്കാശ് വരെ. കളഞ്ഞു കിട്ടിയ വസ്തു ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കാത്തത്, വേലക്കാരന് കൂലി കൊടുക്കാത്തത്, കുറച്ച് നിർത്തുക, ബാക്കി നിർത്തുക, നാളെ തരാം, അല്ലെങ്കിൽ അർഹിക്കുന്ന കൊടുക്കാതെ ചൂഷണം ചെയ്യുക. നമ്മുടെ കേരളത്തിൽ അത് വളരെ വിരളമാണ്. പക്ഷേ കേരളത്തിന് വെളിയിലാണ് ഈ ചൂഷണം മുഴുവൻ അധികവും നടക്കുന്നത്. അതുകൊണ്ട് ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ആൾക്കാരിവിടെ ജോലിക്ക് വരുന്നു. അപ്പോൾ ബൈബിൾ പറയുകയാണ് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അതുപോലെ അന്യൻ്റെ വസ്തു നമ്മൾ അവരറിയാതെ എടുക്കുന്നത്, ഒരുപക്ഷെ പള്ളി പരിസരത്ത് നിന്ന് മാറിപ്പോയൊരു ചെരുപ്പാകാം, അല്ലെങ്കിൽ കുടയാകാം, അല്ലെങ്കിൽ കണക്ക് കൂട്ടി പണം തന്നപ്പോൾ കുറച്ച് പെശക് പറ്റി കാണും, കുറച്ച് പൈസ കൂടുതൽ വന്നു, കളഞ്ഞു കിട്ടിയ വസ്തുവാകാം. ഇതിലൂടെയൊക്കെ തിന്മയുടെ ശക്തി നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് പറ്റും. ഈശോ പറയുമായിരുന്നു, സ്നാപയോഹന്നാൻ പറയുന്നത്, നിങ്ങളുടെ വളഞ്ഞ വഴികൾ നേരെയാക്കുവിൻ. അപ്പോൾ ഒരിക്കലും ഈ വളഞ്ഞ വഴി ലക്ഷ്യത്തിലെത്തില്ല. താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾ അതിലൂടെ ഉണ്ടാകാം, പക്ഷെ കണക്കുകൂട്ടി നോക്കിയാൽ നഷ്ടം മാത്രമേ കാണൂ. ഈ വഴിയിലൂടെ കർത്താവിനെ കാത്തിരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ തട്ടിപ്പ്, വെട്ടിപ്പ്, വഞ്ചന, ചതി, അങ്ങനെ എന്തെങ്കിലും, കള്ളത്തൂക്കം, മായം ചേർക്കുന്നത്, കള്ള അളവ്, കൊള്ളപ്പലിശ, ഇതൊന്നും ഒരിക്കലും ഗതി പിടിക്കുന്ന കാര്യങ്ങളല്ല. ബൈബിൾ പറയുക, അനീതിയോടുകൂടി അനേകത്തേക്കാൾ നല്ലത് നീതിയോടുകൂടി അല്പമാണ് നല്ലത്. ഈ മനുഷ്യരെ വഞ്ചിക്കാൻ പറ്റും, ദൈവത്തെ വഞ്ചിക്കാൻ പറ്റുമോ? ദൈവം തന്നാലേ അതേ നിലനിൽക്കൂ. അപ്പോൾ ബൈബിൾ പറയുകയാണ് മോഷ്ടിക്കരുത്. 8ാമത്തെ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സംഭാഷണത്തിന്, സംസാരമാണ്. അടുത്ത വ്യക്തിയെ നമ്മൾ മാന്യരായി കാണുമ്പോൾ നമ്മുടെ സംസാരത്തിലും അത് നിലനിൽക്കും. കള്ളസാക്ഷ്യം പറയരുതെന്ന് പറയുമ്പോൾ കോടതി ഒരു സാക്ഷിയെ വിസ്തരിക്കുന്നത് ആ കേസിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനാണ്. ഈശോ പറഞ്ഞ് നിങ്ങളുടെ വാക്ക് എപ്പോഴും അതെ എന്നും അല്ല എന്നും ആയിരിക്കട്ടെ. അസഭ്യം പുലമ്പുന്നത്, ഏഷണി പരത്തുന്നത്, നുണ പറയുന്നത്, കള്ളസത്യം ചെയ്യുന്നത്, ഇതെല്ലാം 8ാമത്തെ കൽപ്പനയുടെ ലിസ്റ്റിൽ വരുന്നത്. ഇന്ന് ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട്, ബാഹ്യമായി നോക്കിയാൽ ഒരു കുഴപ്പമില്ല, പ്രാർത്ഥനയും പള്ളിപ്പോക്കും എല്ലാം ഉണ്ട് അവർക്ക്. പക്ഷേ അതിൻ്റെ ഒരു കൃപ അവരിൽ നിൽക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം ബൈബിൾ പറയുന്നത്, പ്രഭാഷകൻ 28:13, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണ്. പക്ഷേ ഈ തെറ്റ് കുറച്ച് ആത്മീയതയിൽ ഞാൻ ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന വ്യക്തിക്ക് ഈ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവർ ആ തെറ്റ് ചെയ്യുന്നില്ല, ഈ തെറ്റ് ചെയ്യുന്നില്ല, മദ്യപിക്കുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഈ ദ്വാരത്തിലൂടെ ക്രമം മുഴുവൻ ചോർന്നു പോകുക. പരദൂഷണനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണ്. ഒത്തിരി പേരുടെ കൃപ ചോർന്നു പോകുന്നൊരു വഴിയാണത്. 9ാമത്തെ കൽപ്പനയിൽ കുടുംബജീവിതത്തെക്കുറിച്ചാണ് ദൈവം വിരൽ ചൂണ്ടുന്നത്. അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് ലഭിക്കുന്നത് ഹെബ്രായർ 13:4 എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. മാന്യമായ വിവാഹം എന്ന് പറയുമ്പോൾ ഈ യുവാവും യുവതിയും തമ്മിലുള്ള പൂർണ്ണ സമ്മതം, അപ്പൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാകരുത്. അപ്പനും അമ്മയല്ല, ഇവരാണ് മരണം വരെ ഒരുമിച്ച് ജീവിക്കേണ്ടത്. അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണം, ഇവർക്ക് പൂർണ്ണ മനസ്സായിരിക്കണം. 2 സമൂഹത്തിൻ്റെ അംഗീകാരം. 3 ജന്മം നൽകിയ മാതാപിതാക്കന്മാരുടെ ആശീർവാദം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മിശ്രിത വിവാഹം ധാരാളം നടക്കുന്നുണ്ട്. വിവാഹം എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല, ബൈബിളിൻ്റെ ഭാഷയിൽ ദൈവം യോജിപ്പിക്കുന്നതാണ് വിവാഹം എന്ന് പറയുന്നത്. അതിന് ചില സാഹചര്യങ്ങൾ ഒരുക്കുന്ന ചില സംവിധാനങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. അതിലേക്ക് ഈ യുവതിയെ പ്രേരിപ്പിക്കുന്ന ഘടകം മതമേതായാലും എന്താ, മനുഷ്യൻ നന്നായ പോലെ, ആ ചിന്താഗതിയാണ് അവരെ അതിലേക്ക് നയിക്കുന്നത്. പക്ഷെ മനുഷ്യന് നമ്മളൊരു ഹിമാലയത്തിലോ മറ്റു വനാന്തരങ്ങളിലോ ഒറ്റയ്ക്ക് ജീവിക്കുന്നവനാണ്, സമൂഹജീവിയെ.
വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരിപാടിയല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പരിപാടിയല്ല, രണ്ട് സംസ്കാരമാണത്. ഇന്ന് കണ്ടുവരുന്നത് 99% മിശ്രിത വിവാഹ കേസുകൾ തകർന്നിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ അപ്പൻ്റെയോ അമ്മയുടെയോ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരാണ് അവിടെ വീണിരിക്കുന്നത്. എന്നിട്ടൊരു ഭവനത്തിന് അടിത്തറയിടാൻ പറ്റുമോ? പണ്ട് ബൈബിൾ പറയുകയാണ്, സ്വജനത്തിൽ നിന്നാണ് നീ ജീവിത പങ്കാളി തിരഞ്ഞെടുക്കേണ്ടത്. തുടർന്ന് ബൈബിൾ പറയുകയാണ്, മണവറ മലിനമാകാതിരിക്കട്ടെ. അതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ കടമ. ആ മണവറ മലിനമാകാതിരിക്കട്ടെ. ഞാൻ നടുന്നതാണ്, എനിക്ക് അതാണ് ഫലം തരിക, അതാ കിളിർത്ത് വരൂ. എനിക്ക് തേങ്ങയാണ് ആവശ്യമെങ്കിൽ മാവിൻ തൈ നട്ടിട്ട് കാര്യമില്ല, തെങ്ങിൻ തൈ തന്നെ നടണം, നട്ടതൈ കിളുത്ത് വരൂ. മുന്തിരിപ്പഴമാണ് ആവശ്യമെങ്കിൽ ഞെരിഞ്ഞിലല്ല നടേണ്ടത്, മുന്തിരി വള്ളി നടണം. നല്ല സൽസ്വഭാവികളായ മക്കളെയാണ് എനിക്ക് ആവശ്യമെങ്കിൽ ഞാൻ എൻ്റെ മണവറയെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. ഞാൻ എൻ്റെ ദൈവവുമായിട്ടുള്ള ഭക്തി നിലനിർത്തണം. ഞങ്ങൾ പരസ്പരം മാതാപിതാക്കൾ ബഹുമാനിക്കുകയും ഭാര്യയും ഭർത്താവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള മക്കളെ എനിക്ക് കിട്ടും. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബം. ഈ കാലഘട്ടത്തിൽ ഒത്തിരി ചേക്കേറൽ നടക്കുന്ന കാലഘട്ടമാണ്. മതമോ ജാതിയോ പ്രശ്നമില്ല, എനിക്ക് മനസ്സിനിണങ്ങിയ വ്യക്തിയുടെ കൂടെ പോകുന്നത്. 10ാമത്തെ കൽപ്പന സമ്പത്തിനെക്കുറിച്ചാണ് പറയുന്നത്. തെറ്റായ രീതിയിൽ പണം ഉണ്ടാക്കുന്നത്. ഇന്നൊത്തിരി കുടുംബങ്ങൾ നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ട്. കോഴിക്കോട് തന്നെ അടുത്ത ദിവസം നമ്മൾ കണ്ടതാണല്ലോ. 10,000 രൂപ പലിശയ്ക്ക് വാങ്ങി കൂലിവേല ചെയ്യുന്നൊരു സ്ത്രീ 1,00,000 രൂപ പലിശ കൊടുത്തു കഴിഞ്ഞു. വീണ്ടും ഭീഷണിപ്പെടുത്തി, താങ്ങാൻ പറ്റിയില്ല, ആ വ്യക്തി ആത്മഹത്യ ചെയ്തു. ഒറ്റപ്പെട്ട സംഭവമല്ല. അപ്പം അങ്ങനൊരു മകൾ തെറ്റായ രീതിയിൽ അന്യൻ്റെ കണ്ണുനീര്, അന്യൻ്റെ ചോര ഊറ്റിക്കുടിക്കുന്ന പോലെ തെറ്റായ വഴിയിൽ പണം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിന് ബൈബിൾ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, കട്ടിയുള്ള വാക്ക്. പ്രഭാഷകൻ്റെ പുസ്തകം 21:8 അന്യൻ്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തൻ്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെ. അന്യൻ്റെ പണം എന്ന് പറയുമ്പോൾ അർഹിക്കാത്തത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ അന്യായമായിട്ടുള്ള കൈക്കൂലി, കൊള്ള ലാഭം, വഞ്ചന, തട്ടിപ്പെല്ലാം അതിൽപ്പെട്ടതാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഈ മേഖലയിൽ എവിടെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരംഭത്തിൽ കേട്ടതുപോലെ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചിരിക്കുന്നു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിക്കുകയും ചെയ്തു. ഇനി ശരിയായ രീതിയിൽ സമ്പാദിക്കുന്നതാണെങ്കിലും ഞാൻ 100 രൂപ സമ്പാദിച്ചാൽ അതിൽ 90 രൂപ എനിക്കുള്ളൂ, 10 രൂപ ദൈവത്തിന് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ദൈവത്തിന് എന്തിനാണ് പണം? ആ പണം ദൈവത്തിന് എന്തിനാണ് പണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ത്യവിധി സമയത്ത് കർത്താവ് പറയുന്നു, എനിക്ക് വിശന്നു നീ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു നീ കുടിക്കാൻ തന്നു, അതുകൊണ്ട് സ്വർഗരാജ്യം സ്വന്തമാക്കുക. എനിക്ക് ദൈവം തന്നതിൻ്റെ 10-1 ഞാൻ ഇല്ലാത്തവനുമായിട്ട് പങ്കുവയ്ക്കാൻ കടപ്പെട്ടവനാണ്. അത് ചെയ്യാത്തത് മനസ്സുണ്ടെങ്കിൽ ചെയ്താൽ മതിയാവുന്ന ഒന്നല്ല, എല്ലാ പ്രമാണങ്ങളെയും പോലെ വിലപ്പെട്ടതാണത്. എനിക്ക് ദൈവം തന്നതിൻ്റെ 10-1 അത് പാവങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളതാണ്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കാനുള്ളതാണ്. അത് ചെയ്യാത്ത വ്യക്തിയുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, സ്ഥാപനത്തിൻ്റെ മേൽ ഒരു ശാപമുണ്ടെന്ന് മലാക്കി പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 3:7 മുതലുള്ള വാക്യങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിന് ദൈവത്തിൻ്റെ കൃപയ്ക്ക് തടസ്സം എന്താണെന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടെത്താൻ പ്രാർത്ഥനാപൂർവം നമ്മളെല്ലാം ഇവിടുന്ന് കടന്നു പോകേണ്ടവരാണ്. നമ്മൾ സമ്പാദിച്ചതൊന്നും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് ദൈവഹിതപ്രകാരം സമ്പാദിക്കുക, ഉള്ള ദിവസം സന്തോഷമായിട്ട് ജീവിക്കുക, സത്യത്തിൽ ദൈവത്തോടു കൂടിയുള്ള ആനന്ദത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിൽ ജീവിക്കുക. ഇപ്പോൾ പാപത്തെക്കുറിച്ച് ഏതാനും ചെറിയ ചിന്തകൾ ദൈവവചനത്തിൽ നമ്മൾ കണ്ടെത്തുകയായിരുന്നു. നമ്മളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുക. ഇല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ളത് ഈ ക്ലാസ്സിലില്ല, വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധിയിലും ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപാവരത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ ഭൂമിയിലെ 4 ദിവസത്തെ ജീവിതം ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിളിയും ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗവും മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ കൃപ ചൊരിയണമേ. യോനായെ അങ്ങ് വിളിച്ചിരുന്നു, നിനിവേയിലേക്ക് പോകാനായി ഒരു നിയോഗം ഏൽപ്പിച്ചു. യോന താർഷിസിലേക്ക് പുറപ്പെട്ടു. ആ നഷ്ടങ്ങളും കഷ്ടങ്ങളെല്ലാം ഞങ്ങൾ ബൈബിളിൽ വായിക്കുന്നു. പലപ്പോഴും ഞാനും യോനായുടെ സ്ഥാനത്താണ് കർത്താവേ. അത് കപ്പലിലുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതുപോലെ ദൈവത്തിൽ നിന്നുള്ള എൻ്റെ ഒളിച്ചോട്ടം എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും അത് ദുരിതം വരുത്തി വയ്ക്കുന്നു. തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുമടക്കി ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഒരു പുതിയ ഹൃദയം എനിക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.